ചെറിയ ചെറിയ വാക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് തെലുങ്ക് പഠിക്കാവുന്നതാണ്. ചെറിയ ചെറിയ വാക്കുകൾ തന്നെ. വലിയ വലിയ വാക്കുകൾ കൊണ്ട് തെലുങ്ക് പ്രയാസപ്പെട്ട് പഠിക്കേണ്ടതില്ല. നിങ്ങൾക്ക് മലയാളം അറിഞ്ഞാൽ മതി. നിങ്ങൾക്ക് മലയാളം നന്നായിട്ട് അറിയാം. അതിനാൽ യാതൊരു പ്രയാസവുമില്ല. വളരെ എളുപ്പത്തിൽ തെലുങ്ക് പഠിക്കാവുന്നതാണ്. ഇപ്പോൾ കാം സൂത്രത്തോടെ സ്പോക്കൺ തെലുങ്ക്. സൂത്രത്തിന്റെ പേരെന്താണ്? വെറും കാം. ഈ സൂത്രത്തെ പറ്റി വിശദീകരിച്ചറിയാൻ തുടർന്ന് വരുന്ന പേജിൽ കാണാം. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഭാവി കാലത്തിൽ ചെയ്യാൻ പോകുന്ന ജോലികളെ പറ്റി തെലുങ്കിൽ എങ്ങനെ പറയും? ഭാവി കാലത്തിൽ ചെയ്യാൻ പോകുന്ന ജോലികളെ പറ്റി എങ്ങനെയാണ് തെലുങ്കിൽ പറയുക? ഭാവി കാലത്തിൽ നമ്മൾ അനേകം ജോലികൾ ചെയ്യും. ഭാവി കാലത്തിൽ നമ്മൾ ചെയ്യേണ്ടുന്ന ജോലികളെ പറ്റി തെലുങ്കിൽ എങ്ങനെയാണ് പറയുക എന്നത് നമുക്ക് മനസ്സിലാക്കാം. ഭാവി കാലം എന്നാൽ നാളെ ആവാം, അല്ലെങ്കിൽ ഒരു മാസത്തിന് ശേഷവുമാകാം, ഒരു മണിക്കൂർ നേരത്തിന് ശേഷവുമാകാം. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? കാം സൂത്രം. എന്ത് സൂത്രം? കാം. വാക്യത്തിൽ കാം എന്ന് വരുമ്പോൾ അത് തന്നെ പോകാം, വായിക്കാം, പഠിക്കാം, സംസാരിക്കാം, പാടാം തുടങ്ങിയ അർത്ഥം വരുന്ന പദങ്ങൾ വരുമ്പോൾ താണു എന്ന പദം ഉപയോഗിക്കണം. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഇങ്ങനെ എളുപ്പത്തിൽ ഓർമ്മ വെച്ചുകൊള്ളുക. പോകുക എന്നാൽ തെലുങ്കിൽ വെള്ളു, വായിക്കുക എന്നാൽ തെലുങ്കിൽ ചതവു, പഠിക്കുക എന്നാൽ തെലുങ്കിൽ നേർച്ചുക്കോ, പാടുക എന്നാൽ തെലുങ്കിൽ പാടു, സംസാരിക്കുക എന്നാൽ തെലുങ്കിൽ മാట్లాടു. ഇവിടെയുള്ള ചാർട്ട് നല്ലപോലെ ശ്രദ്ധിച്ചു നോക്കുക. വെള്ളു പ്ലസ്, ചതവു പ്ലസ്, നെർച്ചുക്കോ പ്ലസ്, പാടു പ്ലസ്, മാట్లాടു പ്ലസ്, താണു ചേർത്താൽ എന്താകും? വെള്ളു പ്ലസ് താണു എന്നാൽ വെള്ളത്താണു. ചതവു പ്ലസ് താണു എന്നാൽ ചടുവു താണു. നെർച്ചുക്കോ പ്ലസ് താണു എന്നാൽ നെർച്ചുക്കോ താണു. പാടു പ്ലസ് താണു എന്നാൽ പാടത്താണു. മാట్లాടു പ്ലസ് താണു എന്നാൽ മാట్లాടത്താണു. വെള്ളത്താണു എന്നാൽ പോകാം. ചടവുത്താണു എന്നാൽ വായിക്കാം. നെറ്റുക്കൊത്താണു എന്നാൽ പഠിക്കാം. പാടത്താണു എന്നാൽ പാടാം. മാట్లాടത്താണു എന്നാൽ സംസാരിക്കാം. ഇപ്പോൾ ഇവിടെയുള്ള കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. നേനു വെളത്താണു എന്നാൽ ഞാൻ പോകാം. നേനു ചതവുത്താണു എന്നാൽ ഞാൻ വായിക്കാം. നേനു നെർച്ചുക്കുത്താണു എന്നാൽ ഞാൻ പഠിക്കാം. നേനു പാടത്താണു എന്നാൽ ഞാൻ പാടാം. നേനു മാట్లాടത്താണു എന്നാൽ ഞാൻ സംസാരിക്കാം. ഇവിടെയുള്ള വാചകം നന്നായി ശ്രദ്ധിക്കുക. ഞാൻ പോകാം എന്നാൽ നെന്നു വെള്ളത്താണു. ഞാൻ എന്നാൽ നേനു. പോകാം എന്നാൽ വെള്ളത്താണു. അപ്പോൾ ഞാൻ പോകാം എന്നാൽ നേനു വെള്ളത്താണു. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? മലയാളത്തിൽ തെലുങ്കിൽ ഇവിടെ എത്ര വാക്യങ്ങളുണ്ട്? 5 വാക്യങ്ങളുണ്ട്. അവ ഏതെല്ലാം? ഞാൻ പോകാം, ഞാൻ വായിക്കാം, ഞാൻ പഠിക്കാം, ഞാൻ പാടാം, ഞാൻ സംസാരിക്കാം. ഞാൻ എന്നാൽ നേനു. ഞാൻ പോകാം എന്നാൽ തെലുങ്കിൽ നേനു വെള്ളത്താണു. ഞാൻ വായിക്കാം എന്നാൽ തെലുങ്കിൽ നേനു ചടവുത്താണു. ഞാൻ പഠിക്കാം എന്നാൽ തെലുങ്കിൽ നേനു നെർച്ചുകൊന്താണു. ഞാൻ പാടാം എന്നാൽ തെലുങ്കിൽ നേനു പാടത്താണു.
ഞാൻ സംസാരിക്കാം എന്നാൽ തെലുങ്കിൽ నేను మాట్లాడతాను. പ്രയാസമൊന്നുമില്ലല്ലോ. എളുപ്പമായിട്ടുള്ളവ തന്നെയാണ്. ആ ടെക്നിക്ക് മനസ്സിലാക്കിയാൽ മതി. ഇത്തരത്തിലുള്ള എത്ര വാക്യങ്ങൾ വേണമെങ്കിലും പറയാം. ഇതുപോലുള്ള മറ്റു ചില വാക്യങ്ങൾ നമുക്ക് നോക്കാം. ശരിയല്ലേ? അടുത്ത പേജിലേക്ക് പോകാമോ? ഇങ്ങനെ എളുപ്പത്തിൽ ഓർമ്മിച്ചു കൊള്ളുക. ഇപ്രകാരമുള്ള മറ്റു ചില വാക്യങ്ങളും പറയാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? മലയാളത്തിൽ, തെലുങ്കിൽ ഇവിടെ എത്ര വാക്യങ്ങളുണ്ട്? 5 വാക്യങ്ങളുണ്ട്. അവ ഏവ? ഞാൻ സന്ധിക്കും, ഞാൻ കാണും, ഞാൻ കെട്ടും, ഞാൻ എഴുതും, ഞാൻ നടക്കും. ഞാൻ എന്നാൽ നേനു. ഞാൻ സന്ധിക്കും എന്നാൽ തെലുങ്കിൽ നേനു కలుస్తాను. ഞാൻ കാണും എന്നാൽ തെലുങ്കിൽ నేను చూస్తాను. ഞാൻ കെട്ടും എന്നാൽ തെലുങ്കിൽ నేను చెల్లిస్తాను. ഞാൻ എഴുതാം എന്നാൽ തെലുങ്കിൽ నేను వ్రాస్తాను. ഞാൻ നടക്കാം എന്നാൽ തെലുങ്കിൽ నేను నడుస్తాను. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? മലയാളത്തിൽ, തെലുങ്കിൽ ഇതുവരെ എന്നെ പറ്റി പറഞ്ഞു. ഇപ്പോൾ ഞാൻ നമ്മൾ, നിങ്ങൾ, അവൻ, അവൾ, അവർ എന്നിവ ഉപയോഗിച്ച് വാചകങ്ങൾ പറയാം. ഇവിടെ എത്ര വാചകങ്ങളുണ്ട്? 6 വാചകങ്ങളുണ്ട്. അവ ഏതെല്ലാം? ഞാൻ പോകുന്നു, ഞങ്ങൾ പോകുന്നു, നിങ്ങൾ പോകുന്നു, അവൻ പോകുന്നു, അവൾ പോകുന്നു, അവർ പോകുന്നു. ഞാൻ എന്നാൽ നേനു, നിങ്ങൾക്കറിയാവുന്നതാണ്. പോകുന്നു എന്നാൽ വെള്ളത്താണു. അപ്പോൾ ഞാൻ പോകുന്നു എന്നാൽ തെലുങ്കിൽ നേനു വെള്ളത്താണു. ഞങ്ങൾ എന്നാൽ മേമു. പോകുന്നു എന്നാൽ വെള്ളത്താമു. അപ്പോൾ ഞങ്ങൾ പോകുന്നു എന്നാൽ തെലുങ്കിൽ മേമു വെള്ളത്താമു. നിങ്ങൾ എന്നാൽ മീറു. പോകുന്നു എന്നാൽ വെള്ളത്താറു. നിങ്ങൾ പോകുന്നു എന്നാൽ മീറു വെള്ളത്താറു. അവൻ എന്നാൽ അതനു. പോകുന്നു എന്നാൽ വെള്ളത്താടു. അവൻ പോകുന്നു എന്നാൽ തെലുങ്കിൽ അതനു വെള്ളത്താടു. അവൾ എന്നാൽ ആമേ. പോകുന്നു എന്നാൽ വെള്ളത്തുള്ളി. അപ്പോൾ അവൾ പോകുന്നു എന്നാൽ തെലുങ്കിൽ ആമേ വെള്ളത്തുന്തി. അവർ എന്നാൽ വാറു. പോകുന്നു എന്നാൽ വെള്ളത്താറു. അവർ പോകുന്നു എന്നാൽ വാറു വെള്ളത്താറു. ഇപ്പോൾ ഇവിടെയുള്ള കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. ഞാൻ പോകുന്നു എന്നാൽ തെലുങ്കിൽ നേനു വെള്ളത്താണു. ഞങ്ങൾ പോകുന്നു എന്നാൽ തെലുങ്കിൽ മേമു വെള്ളത്താമു. നിങ്ങൾ പോകുന്നു എന്നാൽ തെലുങ്കിൽ മീറു വെള്ളത്താറു. അവൻ പോകുന്നു എന്നാൽ തെലുങ്കിൽ അതനു വെള്ളത്താടു. അവൾ പോകുന്നു എന്നാൽ തെലുങ്കിൽ ആമേ വെള്ളത്തുന്തി. അവർ പോകുന്നു എന്നാൽ തെലുങ്കിൽ വാറു വെള്ളത്താറു. പ്രയാസമൊന്നുമില്ല, വളരെ എളുപ്പമായിട്ടുള്ളവ തന്നെയാണ്. ആ ടെക്നിക്ക് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇത്തരത്തിലുള്ള എത്ര വാക്യങ്ങൾ വേണമെങ്കിലും പറയാം. ഇതുപോലുള്ള മറ്റു ചില വാക്യങ്ങൾ നമുക്ക് നോക്കാം. ശരിയല്ലേ? അടുത്ത പേജിലേക്ക് പോകാമോ? ഇങ്ങനെ എളുപ്പത്തിൽ ഓർമ്മിച്ചു കൊള്ളുക. ഇപ്രകാരമുള്ള മറ്റു ചില വാക്യങ്ങളും പറയാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഹായ് സ്നേഹിതരെ, ഇപ്പോൾ താണു സൂത്രത്തിന്റെ സഹായത്തോടെ തെലുങ്കിൽ വാക്യങ്ങൾ എങ്ങനെ പറയാമെന്ന് നോക്കാം. അതേപോലെ താണു സൂത്രം വഴിയായി തെലുങ്കിൽ എങ്ങനെയുള്ള വാക്യങ്ങളായാലും എത്ര വാക്യങ്ങളായാലും നന്നായി 100% പറയാൻ കഴിയും. ഇത് നിങ്ങൾക്ക് സാധിക്കുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ചെറിയ ചെറിയ വാക്യങ്ങളായാലും വലിയ വലിയ വാക്യങ്ങളായാലും
എത്രത്തോളം ഉണ്ടായാലും ഈ താണു സൂത്രം മൂലം നിങ്ങൾക്കറിയാവുന്ന എത്ര വാക്യങ്ങൾ വേണമെങ്കിലും പറഞ്ഞുകൊള്ളുക. ഓക്കെ.